യഥാർത്ഥത്തിൽ നമ്മൾ ഈ SKN40 ഭാഗമായിട്ട് ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കണമെന്ന് വിചാരിച്ചതാ ഫാദറെ. അപ്പോൾ പ്രത്യേകിച്ച് മയക്കുമരുന്നും വ്യാപനത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് വലിയ റോളുണ്ടല്ലോ. കാര്യം ഇതിനകത്തൊരു അവബോധം ഉണ്ടാക്കുക. പക്ഷെ അന്ന് പറ്റിയില്ല. അതിങ്ങനെ മാറ്റി വെച്ച് ഇന്നായിപ്പോയി. അന്ന് അത് പക്ഷേ അത് സന്തോഷമുണ്ട്. കാര്യം ഫാദറിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ ഇവിടെ വരാൻ പറ്റിയല്ലോ. അല്പം വൈകിയാണെങ്കിലും ഇന്നും സാധിച്ചല്ലോ. അതല്ല രാജഗിരി ആശുപത്രിയൊക്കെ തന്നെ നമ്മുടെ SKN40 പോലുള്ള സംരംഭങ്ങൾക്കൊക്കെ വലിയ പിൻബലമാണ് നൽകുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാനുള്ള നമ്മുടെ ആത്മാർത്ഥമായ നീക്കത്തിന് അതിലും കരുത്തോടെ നിങ്ങൾ സഹായിക്കുന്നു. സന്തോഷം. വരുന്ന തലമുറയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഇത് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. മമ്മൂക്കയുടെ പടം കണ്ടു. മമ്മൂക്കയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ചെന്നൈയിലാണ് ഉള്ളത്. അപ്പോൾ മമ്മൂക്കയുമായിട്ട് സഹകരിച്ച വാത്സല്യം അദ്ദേഹത്തിന് ഏറ്റവും ഹിറ്റായ സിനിമയായിരുന്നു. മമ്മൂക്ക രാജഗിരിയുടെ പല സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പല പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഹൃദ്യം നടത്തി. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന വാത്സല്യം എന്ന് പറയുന്നത് പാവപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് റോബോട്ടിക് സർജറി, അത് നിമിതമായ തിരക്കിലും സൗജന്യമായും ആർക്കാണോ അത് വേണ്ടത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റാണ്. വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെയുള്ള സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. എല്ലാവർക്കും അത് ഒരു മാതൃകയുമാണ്. അപ്പോൾ എന്തായാലും ഈ ഇവിടെ മെട്രോയുടെ ബസ് സർവീസ് ഉണ്ടോ? കാറില്ലാത്തവർക്കും രാജഗിരി ആശുപത്രിയിൽ വരണം. അപ്പം നമ്മളുടെ മെട്രോ സ്റ്റേഷൻ ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ അരമണിക്കൂറും ഇടവിട്ട് മെട്രോയുടെ ബസ് നമ്മളുടെ ഹോസ്പിറ്റലിലെത്തും. അല്ല, ഇത് മെട്രോയുടെ ആണോ, കൊച്ചി മെട്രോ ലിമിറ്റഡിന്റെ ആണോ, രാജഗിരിയുടെ ആണോ? കൊച്ചി മെട്രോ ലിമിറ്റഡിന്റെ ആളുകൾക്ക് വേണ്ടി മെട്രോയുടെ ബസ്സാണ്. അതെ. രാജഗിരി ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണോ? ഇലക്ട്രിക് വണ്ടിയാണ്. കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം. നമ്മൾ കാറിന് തന്നെ വരണമെന്നില്ല. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അല്ല, മാത്രമല്ല ഈ കൊച്ചിയിൽ ഇപ്പം മെട്രോ നന്നായി വളരുകയാണ്. അപ്പോൾ ആലുവ പോലെയുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ അവസാന പോയിന്റ്. അവിടെ ഇറങ്ങിയ അരമണിക്കൂർ കൊണ്ട് വണ്ടി വരും. അരമണിക്കൂർ എടുക്കില്ല. ഈ ഇവിടേക്ക് ഒരു 7 സർവീസ് നടത്തുന്നു ഞാൻ കേട്ടു. അതെ. ഇത് ആളുകൾക്ക് വലിയ സൗകര്യം. കാറൊക്കെ പിടിച്ച് കാഴ്ചകളാണ് തുടങ്ങും. പിന്നെ നമ്മൾ 2-3 ബസ്സുകളിലേക്ക് മുൻപോട്ട് പോകും. വലിയ സൗകര്യമായി. എന്തായാലും കൊച്ചി മെട്രോ മാത്രമല്ല, കൊച്ചി വാട്ടർ മെട്രോ വലിയ അത്ഭുതമായിരിക്കുക. കൊച്ചി വാട്ടർ മെട്രോ എല്ലാ സംസ്ഥാനത്തേക്കും പടരുക. മാത്രമല്ല ഇവരുടെ എക്സ്പെർട്ടീസ് മറ്റുള്ള സംസ്ഥാനങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഈ കൺസൾട്ടൻസി ഫീന്ന് തന്നെ നല്ല പൈസ കിട്ടും. കൺസൾട്ടൻസി ഫീ ഇല്ല നമുക്ക്. അത് ശരിയാണ്. വാട്ടർ മെട്രോയിലൂടെ അവര് മറ്റുള്ള കാര്യം ഇവിടെ വാട്ടർ മെട്രോ വിജയമാണല്ലോ. അതെ, വൻ വിജയമാണ്. വൻ ഹിറ്റായി. നമ്മുടെ ബെഹ്റ സാറിന് അഭിമാനിക്കാം. അതെ, ബെഹ്റ സാറിനെ വിളിച്ചാൽ ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്യിച്ചത്. അതെ. ഈ ഇവിടെ ഫാദറെ നമുക്ക് വിദേശ നാടുകളിൽ നിന്നൊക്കെ രോഗികൾ വരുന്നുണ്ട്. നമുക്ക് ധാരാളം രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ആശുപത്രിയുള്ള ആൾക്കാർ രാജ്യത്തിലേക്ക് വരാൻ നല്ല ആശുപത്രികളുടെ എണ്ണം കുറവാണ്. ഈ ട്രീറ്റ്മെന്റ് ചെലവ് കുറവാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് പൊതുവെ ഇന്ത്യൻ ഡോക്ടേഴ്സിനോട് താല്പര്യമുണ്ട്. പിന്നെ കൊച്ചിയുമായിട്ട് പ്രത്യേകത നല്ല കണക്ടിവിറ്റി ഉണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ആഫ്രിക്കയിൽ നിന്നും മാൽദീവ്സിൽ നിന്നും ഒക്കെ ഇവിടെ രോഗികളുണ്ട്. അവർക്കൊരു പ്രത്യേക കൗണ്ടർ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വാറോട് ചോദിച്ചത് ആ കൗണ്ടറിൽ വന്നാൽ പിന്നെ അവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും സുഗമമായിട്ട് നടക്കും. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഈ രാജഗിരിയിൽ വന്നു പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഇവിടുത്തെ ആളുകളുടെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും മറ്റ് ജീവനക്കാരുടെയൊക്കെ ഒരു പെരുമാറ്റം, അത് വളരെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ബൈ ആയിട്ട് വരുന്ന ആളുകളൊക്കെ തന്നെ അലോസരം ഉണ്ടാക്കാത്തതിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും, കാര്യം എപ്പോൾ വേണമെങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ ആശുപത്രി. പ്രത്യേകിച്ച് ഈ ആശുപത്രികൾ തല്ലിപ്പൊളിക്കുന്ന ഒരു കാലത്ത് എന്ത് പ്രകോപനം വേണം ഉണ്ടാകും. പക്ഷേ അതൊക്കെ വളരെ സഹിഷ്ണുതയോടെയും സമാധാനത്തോടെയൊക്കെ കാണുന്ന ഒരു രീതി ഇവിടെയുണ്ട്. അത് നിങ്ങൾ അച്ഛന്മാരുടെ പൊതുവെയുള്ള രീതിയുടെ ഭാഗമായിട്ടാണോ? നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്ന സ്റ്റാഫ് മുതൽ എല്ലാ തരത്തിലുമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്ത് ബോധപൂർവം അവരെ പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. ഓക്കെ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. തിരി നടന്നാലേ ഫാദറെ? എന്നെക്കാളും ചെറുപ്പമായതുകൊണ്ട് അപ്പോൾ ഫാദർ ഒരുപക്ഷെ ഫാദർ മുഴുവൻ സമയം ഇവിടെയുള്ള ആളല്ലേ? അതെ, ഞാനിവിടെ മുഴുവൻ സമയം സംതൃപ്തനാ? വലിയ തോതിൽ സംതൃപ്തനാണ്. 15 കൊല്ലമായി ഇവിടെ ആയിട്ട്. ഇതെന്താ ഫാദറെ, ചാപ്പലാണ്? ഞങ്ങളുടെ ചാപ്പലാണ്.
ഈ ഹോസ്പിറ്റൽ സമുച്ചയത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്താണ് ഈ ചാപ്പൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ആശുപത്രി കാണുന്നതല്ലോ ഇങ്ങനെ. എല്ലാ ആശുപത്രികളിലും ചാപ്പലുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഇത് നമ്മൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറാം. ചെരുപ്പ് ഉപയോഗിക്കാമോ? ചെരുപ്പ് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഈ ആശുപത്രിയുടെ ഹൃദയഭാഗത്ത് ഇത് എങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ഭാഗം മാത്രം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പണിതിട്ടില്ല. ഇതാണ് ഈ ഭാഗത്ത് ഇതിൻ്റെ ടോപ്പ്. മറ്റു കെട്ടിടത്തിന് മറ്റു ഭാഗങ്ങളെല്ലാം 11 നിലയും 12 നിലയും 13 നിലയും ഒക്കെ നമ്മൾ പണിതിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു ഐഡിയ ഫാദറെ. അപ്പോൾ നമുക്കിതൊന്നും എന്തായാലും പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങൾ ഫാദറിൻ്റെ ഈ ജന്മദിനത്തിലുണ്ടായി. നമുക്കിനി പുറത്തോട്ട് കാണുന്നല്ലോ ഫാദറെ. ഓക്കെ. ഇവിടെ എല്ലാം കൂടി ഇപ്പോൾ എത്ര ജീവനക്കാരുണ്ടാവും ഫാദറെ? 4300 പേരുണ്ട്. അത്രയും കൂടുതൽ ആൾക്കാർ വേണം ഇത്രയും വലിയൊരു ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ. ഇത്രയും കുടുംബങ്ങൾക്ക് ഇതിനെ ആശ്രയിച്ച് ജീവിക്കാനും അത് മുഖേന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ രോഗി ശുശ്രൂഷ ലഭിക്കാനും അത് കാരണമാകുന്നു. ഫാദറെ, നമുക്ക് ഈ ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയാലോ? ഇവിടുത്തെ ഗാസ്ട്രോയെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നു. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വമ്പൻ ടീമാണ്. ഡോക്ടർ ഹെപ്പറ്റോളജിസ്റ്റുമാർ 2 പേരുണ്ട്. ലേക്ഷോർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സങ്കല്പമായിരുന്നല്ലോ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ. അതെ 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 നമുക്ക് അടുപ്പുള്ള ആളാ. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അദ്ദേഹം ഇന്ന് ഉള്ള ദിവസം തന്നെയാണല്ലേ? അതെ അതെ, അദ്ദേഹം എപ്പോഴും തിരക്കിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻറ്റീനൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കണം. ഇവിടെ എല്ലാ തരത്തിലുമുള്ള കുസീൻസ് ഉണ്ട്. കാരണം വിദേശികളും ധാരാളം വരുന്നത് കൊണ്ട് മലയാളി ഭക്ഷണം മാത്രമല്ല എല്ലാ തരത്തിലുള്ള കുസീൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമോ? എല്ലാം കൊടുക്കും. അറബിക് ഫുഡ് മാത്രമല്ല, ആഫ്രിക്കൻ ഫുഡ് എല്ലാം നമ്മൾ കൊടുക്കും. അപ്പോൾ ഫാദറെ, നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഗ്യാസ്ട്രോ വിഭാഗത്തിലേക്ക് ചെല്ലാം. അപ്പോഴത്തേനും നമ്മൾ നടന്നങ്ങ് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞാൽ രാജഗിരിയിലേക്ക് തന്നെ മടങ്ങി വരും. ഗ്യാസ്ട്രോ വിഭാഗത്തിൽ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുമെന്നാണ് വിശ്വാസം.